ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 5th മോഡ്യൂളിലെ ഡിവിഡൻഡ് ഡിസിഷൻ കുറച്ച് പോർഷൻസ് കവർ ചെയ്തു. ഇന്നും അതിൻ്റെ ബാലൻസ് പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻസിലെ അടുത്ത പോർഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തേത് എല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് പഠിച്ചോളണം. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയാണ്. DPR എന്ന് പറയും. ഇവിടെ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അഥവാ DPR. DPR എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. നമ്മൾ ഒരുപാട് റേഷ്യോസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഡിവിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഡിവിഡൻഡ് പേ ഔട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു ratio ആണ് dividend payout ratio. It is a ratio or a percentage of dividend to the earnings. ഏണിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിവിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യപ്പെടുന്ന ഒരു ഭിന്നസംഖ്യ രൂപമെന്നോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്നോ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയെ പറ്റി പറയാം. It is a percentage of net earnings distributed to the shareholders as dividend. ഇപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഏതൊക്കെ വിധത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് പ്രസ്താവിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമൈൻ ദി ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഡിവിഡൻഡ് പോളിസിയെ പറ്റി അല്ലെ ഡിവിഡൻഡ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രധാന ഒരു തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഡിവിഡൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. നമ്മൾ EPR പഠിച്ചതാണ്. EPR ഏണിങ്സ് പെർ ഷെയർ പഠിച്ചതാണ്. അപ്പം ഇത് തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ റിഗാർഡിംഗ് ദാറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി. ഇവിടെ നിന്നൊരു 15 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി. ഏകദേശം 13 പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ് ടൈപ്പ് ഓർ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ +1 മുതൽ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയെ പറ്റി കേൾക്കുന്നുണ്ട്. എന്താണ് ഇൻഡസ്ട്രി? ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പുള്ള ഫേംസുകളുടെ കൂട്ടത്തെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് അത് പല രീതിയിലുണ്ട്. സ്മോൾ സ്കെയിലുണ്ട്, മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻഡസ്ട്രി, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ നേച്ചർ, അതിൻ്റെ സ്വഭാവം, പലതരത്തിലുള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അത് ഒരു മാനുഫാക്ചറിങ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൊവൈഡിങ് ഇൻഡസ്ട്രി ആവാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആയാലും അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ സ്വഭാവം, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിവിഡൻഡ് പോളിസി നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഏജ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഏജ്, വയസ്സ്, അല്ലെങ്കിൽ എന്ന് മുതലാണ്, സിൻസ് 1925. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റേമണ്ട്സ് അവരുടെ ആ ലോഗണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്ലോഗണിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രേഡ് മാർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സിൻസ് 1925. അപ്പം അത്ര നാളത്തെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനി എത്രത്തോളം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ കമ്പനിയുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. So, age of the company is another major factor affecting dividend policy. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ട്രെൻഡ് ഓഫ് ഏണിങ്സ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉന്നതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാവുന്നതാണ്. ദെൻ ട്രെൻഡ്, അതിൻ്റെ ഒരു സ്വഭാവം, മാർക്കറ്റ് ട്രെൻഡ്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി മാഗ്നിറ്റ്യൂഡ് അഥവാ ഒരു ഫേമിൻ്റെ
പ്രധാനപ്പെട്ട എക്സിസ്റ്റൻസ്, അവരുടെ ഓപ്പറേഷൻസിലുള്ള ഇൻക്രീസ് ഡിക്രീസ് ഫ്ലക്ച്വേഷൻസ്, അവരുടെ ട്രെൻഡുകൾ, ഇതെല്ലാം ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഫാക്ടറാണ്. മറ്റേതൊന്ന് നാലാമത്തത് ഡിസയർ ആൻഡ് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യം, ആഗ്രഹം, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ചില ആൾക്കാരുണ്ട് റെഗുലറായിട്ടുള്ള ഇൻകം ലഭിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഹ്യൂജ് റേറ്റിലുള്ള ഒരു സ്പെക്കുലേറ്റീവ് മോഡിൽ ചിന്തിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ താല്പര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് എക്സ്പെക്റ്റേഷൻസും ഡിഫറെൻ്റ് ഡിസൈഴ്സും ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളും പലപ്പോഴും ഒരു ഡിവിഡൻഡ് പോളിസിയെ ഒരു കമ്പനിക്ക് കൺസിഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ദെൻ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ കമ്പനിക്ക് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസി മെത്തേഡ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡിവിഡൻഡ് പോളിസിയെ അത് തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. അപ്പം ഈ 3 പോയിൻ്റാണ് ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത 6ാമത്തെ പോയിന്റ് ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീഗൽ ഫ്രെയിം വർക്ക്, അതായത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു നിയമം, ചട്ടം അല്ലെങ്കിൽ ഒരു ലോ ഫ്രെയിം വർക്കുണ്ട്. ആ ലോയെ തന്നെ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്ന് മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ, മറ്റൊന്ന് കമ്പനി ലോ. അപ്പോൾ 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് കൊമേഴ്സ്യൽ ഓർ ട്രേഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ടു കൺട്രോൾ, ടു ഗവേൺ ആൻഡ് അനദർ സോ മെനി ആക്ടിവിറ്റീസ് ആർ ദെയർ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ ചില റൂൾസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ലീഗൽ ഫ്രെയിം വർക്കുണ്ട്. ആ ലീഗൽ ഫ്രെയിം വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഡിവിഡൻഡ് പോളിസി, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോ അത് പറയുന്നുണ്ട്. സെബിയുടെയും RBIയുടെയും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെയും ബേസിസിലാണത് ഫ്രെയിം ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലീഗൽ പ്രൊവിഷൻസ് എപ്പോഴും കമ്പനീസ് ആക്ട്, ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ട് 1956, അതിന് മുമ്പുള്ള ചാർട്ടർ ആക്ടുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് പ്രൊവിഷൻസ് 2013 തുടങ്ങിയ പ്രൊവിഷൻസിന് വിധേയമായിട്ടാണ് ഒരു കമ്പനിയിൽ ഡിവിഡൻഡ് പോളിസി എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ടാക്സ് എത്ര പെർസെൻറ്റേജ് അടച്ചതിന് ശേഷം തുടങ്ങിയ സോ മെനി കണ്ടീഷൻസ് ആർ ദെയർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഡിവിഡൻഡ് പോളിസികൾ നമ്മൾ തീരുമാനമെടുക്കുന്നത്. അടുത്ത 7ാമത്തെ പോയിന്റ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് ഒരു നയം അഥവാ പോളിസികളുണ്ട്. ആ പോളിസികൾക്ക് വിധേയമായിട്ട് മാത്രമേ ഒരു കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ. അപ്പോൾ മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് വിധേയമായിട്ടാണ് എല്ലാ കമ്പനികളും ആക്ട് ചെയ്യുന്നത്. മറ്റൊന്ന് 8ാമത്തെ പോയിന്റ് ടാക്സേഷൻ പോളിസിയാണ്. അപ്പോൾ ടാക്സേഷൻ പോളിസി ഗവൺമെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. ആ 2 രീതിയിലുള്ള ടാക്സുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആണ് പ്രധാനമായി ഇപ്പോൾ GST എന്നൊക്കെ പറയുന്നത്. നമ്മൾ പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി നൽകുന്ന നികുതി, MRPയോടൊപ്പം ഓൾ ഇൻക്ലൂസീവ് ടാക്സ്. അപ്പം അതിനോടൊപ്പം നമ്മൾ പ്രത്യക്ഷമായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ അടയ്ക്കുന്നില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ടാക്സേഷൻ പോളിസി അത് കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് വേറെ രീതിയിലാണ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ടാക്സേഷൻ പോളിസിയും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഡിവിഡൻഡ് പോളിസി എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്. അടുത്ത മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 9th പോയിന്റ് കൺട്രോൾ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഇവിടെ കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം, അവരുടെ മാനേജറിയൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവരുടെ ഫങ്ഷണൽ ഏരിയാസിൽ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണെങ്കിലും അവരുടെ കൺസേൺസ് ഉയർത്തുന്നതിനും അത് ചില പ്രൊവിഷൻസിനനുസരിച്ച് പ്രമേയങ്ങൾ അഥവാ റെസൊല്യൂഷൻസ് പാസ്സാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ആ കൺട്രോളിങ് ഒബ്ജക്റ്റീവ്സ് പലപ്പോഴും ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയെ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗൈഡിങ് ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കൺട്രോളിങ് മെഷർ ആയിരിക്കാം. മറ്റൊന്ന് ഇൻഫ്ലേഷനാണ്. നമുക്കറിയാം, ഒരു
എക്കോണമിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ബൂം, ഇൻഫ്ലേഷൻ, ഡിപ്രഷൻ, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ അല്ലെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിലുള്ളതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു മേജർ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ അതൊരു ലിമിറ്റേഷനാണ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റുകൾക്ക് ഒറിജിനൽ കോസ്റ്റിൽ കോസ്റ്റ് ഓഫ് ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ചാർജ് ചെയ്യാൻ. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡ് എപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷനെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അതുപോലെ തന്നെയാണ്. ഏകദേശം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷൻസ് പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ദാറ്റ് മീൻസ് ഓപ്പറേഷൻസ് ലെവൽ കൂട്ടാനുള്ള ഒരു ബിസിനസ് സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസ് കടന്നു പോകും ഈ ഒരു ഇക്കോണമിയിൽ. അത് എപ്പോഴും പോസിറ്റീവായിട്ടും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അഫക്റ്റ് ചെയ്യാറുണ്ട്, ചില സാഹചര്യങ്ങൾ നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ പലപ്പോഴും ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അടുത്ത മേജർ രണ്ട് ഫാക്ടേഴ്സിനെ പറ്റി പറയാം. സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ കേൾക്കാൻ സാധ്യത വളരെ കുറവാണ് BBA-ക്കാർക്ക്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റും അതുപോലെ തന്നെ മണി മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് മാത്രം ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിത്തിൻ 1 ഇയറിൽ താഴെ 365 ഡേയ്സിൽ താഴെയുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലുണ്ട്. IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈമറി മാർക്കറ്റുമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ പലപ്പോഴും ഡിവിഡൻഡ് പോളിസി അഫക്റ്റ് ചെയ്യാറുണ്ട്. രാജ്യത്തിനകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ പോലും പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് നിഫ്റ്റി, മറ്റൊന്ന് BSE. നിഫ്റ്റി അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് നിഫ്റ്റി, അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE സെൻസെക്സ്. ഈ 2 സെൻസെക്സുകൾ നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. ഇത്ര രൂപ ഇടിഞ്ഞു, ഇത്ര രൂപ കൂടി. ഇതെപ്പോഴും ഒരു സ്റ്റേബിൾ കണ്ടീഷൻ അല്ല കാണിക്കുന്നത്. പലപ്പോഴും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡാണ് പലപ്പോഴും കാണിക്കുന്നത്. അതെപ്പോഴും ഡിവിഡൻഡ് പോളിസി പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് 12ാമത്തെ പോയിന്റ് ലിക്വിഡിറ്റി പൊസിഷനാണ്. നമുക്കറിയാം ലിക്വിഡിറ്റി എന്താണെന്ന്. ഈസി ആയിട്ട് ക്യാഷ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഒരേ സമയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം തന്നെ പ്രോഫിറ്റും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഒരു ടാസ്കുമാണ്. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ പലപ്പോഴും ഡിവിഡൻഡ് പോളിസി അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ്, റിക്വയർമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഡിവിഡൻഡ് പോളിസിയെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു മേജർ ഫാക്ടറാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് NBFC ആവാം, ബാങ്കിങ് സെക്ടർ ആവാം. അങ്ങനെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഡിവിഡൻഡ് പോളിസിയെ അവരുടെ എക്സിസ്റ്റൻസ് പലപ്പോഴും അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇക്വിറ്റി ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിലും അതിൻ്റെ IPO അല്ലെങ്കിൽ അങ്ങനെയുള്ള അണ്ടർ റൈറ്റിംഗ് പോലെയുള്ള ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു എക്സിസ്റ്റൻസ് പലപ്പോഴും ഡിവിഡൻഡ് പോളിസിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ദിവസം ഇതിൻ്റെ തിയറീസ്, ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ പാർട്ടാണ്. അത് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അനുസരിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സുകൾ നിങ്ങൾക്ക് നൽകാം. ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.